ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പൊ ഇന്ന് നമുക്ക് സാറ്റർഡേ ഓഫർ തന്നെയാണ് കേട്ടോ. ഇന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 999 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിന്റെ ആ റേറ്റ് അല്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ രണ്ടും കൂടെ മിക്സ് ആയിട്ട് കാണിക്കാന്ന് വെച്ചു. എയർലൈനും സ്ലിറ്റും കൂടെ ഒരുമിച്ച് കാണിക്കാൻ കാണാം, അല്ലെങ്കിൽ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാനിപ്പോ കാണിച്ചു തരാം ഓരോന്ന്. അപ്പൊ സ്റ്റാർട്ടിംഗ് ആണ് 999 സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രീ ഷിപ്പിംഗ് ആണ്. അത് ഇന്നത്തേക്ക് മാത്രം കേട്ടോ ഇന്ന് ബുക്ക് ചെയ്യുന്നത്. പിന്നെ നാളെയും കൂടി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ അത് പറയാം. ചെയ്യിപ്പിച്ചേക്കുന്നതാണ് ഇങ്ങനെ സിംഗിൾ പീസ് വരുന്നത്. ഇത് കണ്ടോ, നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലോട്ട് ഇതേപോലെ ഒരു ഓർഗൻസയുടെ യോക്ക് വെച്ചിട്ട് ഇത് നല്ല അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷ് ആയിട്ട് ഇവിടെ ഞാൻ അങ്ങനെയുള്ള സിംഗിൾ പീസസ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് ഒരു പാറ്റേൺ കണ്ടുല്ലോ അല്ലെ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതിന്റെ എല്ലാം നമുക്ക് അപ് ടു ഒരു XXL വരെയുള്ള, മാക്സിമം XXL വരെ. ഇതേപോലെ ഇത് കണ്ടോ, ഇത് ഈ ഒരു ഫാബ്രിക് തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതുപോലെ ചെറിയൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക് ആണ്. ഇത് ബാക്ക് സൈഡ് ഇതിന്റെ ഈ ഒരു ലൈൻസ് ആണ് വന്നേക്കുന്നത്, വിത്ത് ലൈനിങ് ആണ്. ഇത് നമുക്ക് പ്ലസ് സൈസ് ഉണ്ടാവും എന്നാണ്. ഇത് കുറച്ച് റേറ്റ് ഉണ്ടാവും. കാണാം ഇതുപോലെ കണ്ടോ. ഇതിന്റെ ബാക്കിൽ ക്രഷ്ഡ് ഓർഗൻസ പ്യുവർ ആണ്, എന്ന് വെച്ചാൽ ക്രഷ്ഡ് ഓർഗൻസ ആണ്. ഇതിന്റെ സ്ലീവ് പാറ്റേൺ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാനായിട്ടുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വെയർ ചെയ്യാത്ത. സ്ലീവ് ഓർഗൻസ കൊടുത്തിട്ടുണ്ട്, ഒരു ബട്ടൺ ഒക്കെ കൊടുത്ത് ഒരു പുതിയൊരു പാറ്റേണിലോട്ട്, നല്ലൊരു പാറ്റേണിലോട്ട് ചെയ്തേക്കുന്നത്. സിംഗിൾ പീസ് ആയിട്ട് ചെയ്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. അതിന്റെ നമുക്ക് XL വരെയൊക്കെയുള്ള സൈസ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, വിത്ത് സ്ലീവ് ലൈനിങ്ങോട് കൂടിയാ വരുന്നത്. ഇതുപോലെ ക്രോഷോലേസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് എത്ര ടൈം എടുക്കുന്നു. അപ്പൊ എനിക്ക് ഇതൊക്കെ കുറച്ച് മുമ്പുള്ള പീസുകൾ ആയതുകൊണ്ട് ഞാൻ ആ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന. ഇതുപോലെ ലേസ് എല്ലാം വെച്ചിട്ട് ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. ഒത്തിരി പേര് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് കാണിക്കുന്നത്. ഇത് വന്നിട്ട് രണ്ട് പാറ്റേൺ ഉണ്ട്. റൗണ്ട് നെക്കും വിത്ത് ബാക്ക് കോളർ ഇല്ലാതെ വി നെക്കും ഇതുപോലെ സോഫ്റ്റ് ബോൾസ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒരു പാറ്റേൺ. സെന്ററിൽ കട്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സെയിം തന്നെ കോർണറിലോട്ടാ ചെയ്തേക്കുന്നത് കണ്ടോ. ഇത് റിസീവ് ചെയ്തവർക്ക് അറിയാം, നല്ലൊരു ഫാബ്രിക് ഒക്കെ കണ്ടാൽ അറിയാം, നല്ല ഫാബ്രിക് ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒത്തിരി ടൈറ്റ് ഫിറ്റിലോട്ട് യൂസ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് പിന്നി പോകും, സിൽക്ക് ഒക്കെ പിന്നി പോകണമായിരിക്കും. പിന്നെ ഓൾട്രേഷൻസ് സ്ലിറ്റ് ഒക്കെ ക്ലോസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ആവുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇത് എയർലൈൻ പാറ്റേൺ ആണ് കേട്ടോ. ഇത് എയർലൈൻ പാറ്റേണിലോട്ട് ഇതുപോലെ എന്താ പറയാ, അങ്ങനെയൊക്കെ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ സ്ലിറ്റിലോട്ടും ചെയ്തിട്ടുണ്ട്. ഇതാ ഈ യോക്ക് വെച്ചിട്ട് ഇതുപോലെ സ്ലിറ്റിലോട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തന്നില്ല അല്ലെ. ഇത് സ്ലിറ്റിലോട്ടാ ചെയ്തേക്കണം കേട്ടോ. ഇതിന് ബോട്ടം എക്സ്ട്രാ ആണ്, അത് വേണമെങ്കിൽ ഞാൻ പെയർ ചെയ്ത് തരാം. കണ്ടോ, നല്ല വിട്ടും ലെങ്ത്തും ഒക്കെയുള്ള പെൻസിൽ ബോട്ടം ആണ് ചെയ്തേക്കുന്നത്. ഇതൊന്ന് ബോട്ടം വരുമ്പോൾ എക്സ്ട്രാ പറഞ്ഞാൽ മതി. പിന്നെ ഇത് നല്ല ജോർജറ്റ് ഫാബ്രിക്കിലോട്ട് ഇതേപോലെ ഒരു യോക്ക് കൊടുത്തിട്ട് പൈപ്പിംഗ് എല്ലാം കൊടുത്ത് ഇതുപോലെ ഉണ്ടാവും. ഇതാണ് കേട്ടോ. ഇതൊരു തരം എന്താ പറയാ, നല്ലൊരു ഷൈനിങ് വരുന്ന ഒരു ജോർജറ്റ് ആണ്. അതിന്റെ യോക്ക് ഇതേപോലെ സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു യോക്ക് ഒക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തേക്കുന്നതാണ്. നല്ലൊരു കളറാട്ടോ ഇത് ഷെയ്ഡ്. ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു തന്നില്ല. ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു റെഡ് ഇതുപോലെ അടിപൊളി കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് റിസീവ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഇത് ഹാൻഡ് വർക്ക് ആണ് കണ്ടോ. നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത് ഇതേപോലെ അത്ര ടൈം എടുക്കില്ലേ, പ്ലീസ് ഒക്കെ വെച്ചിട്ട് ഫ്രണ്ടില് ബാക്ക് ഹുക്കും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബെൽ സ്ലീവ് റിമൂവ് ചെയ്ത് നോർമൽ സ്ലീവ് ആക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. എക്സ്ട്രാ നമുക്ക് അതിന് ചാർജ് കിട്ടുന്നേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാവും. നല്ല അടിപൊളി പാറ്റേൺ ആണ്. ട്രാൻസ്പെറന്റ് യോക്ക് വെച്ചിട്ട് ഇതേപോലെ ഹാൻഡ് വർക്ക് വരുന്ന, അതിന്റെ ഒരു മിറേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഹൈ നെക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ പീസ് ഇട്ടിട്ട് ഈ ഒരു പാറ്റേൺ. ഓക്കെ, ഇന്ന വർക്കാണ്, അത്രയും തിക്ക് വർക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമുക്ക് എവിടെ നിന്നും പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്ന വർക്കോ ചെയ്ത് കൊണ്ടുവരുന്ന വർക്കോ ഒന്നുമല്ല. നമ്മളിവിടെ ആളെ എത്തിയിട്ട് ചെയ്യിപ്പിക്കുന്ന വർക്കാണ്. എയർലൈൻ പാറ്റേൺ ആണ്, വിത്ത് ഈ ഒരു പഫ് സ്ലീവ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാം വെച്ചിട്ട്. ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇത് ഭംഗിയാന്ന് പറയും. എയർലൈൻ പാറ്റേണിൽ ഇതേപോലെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇത് അതേപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ ഇതാ റെഡ് കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെറുതെ റാക്കിയത് എടുത്തുന്നേ ഉള്ളൂ. നല്ലൊരു പാറ്റേൺ കേട്ടോ. കണ്ട ഇതുപോലെ ഇതില് ഒരു പ്യുവർ ഫാബ്രിക്കാ വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട്. ഓക്കെ, എയർലൈൻ. ഇതും അതേപോലെ തന്നെ ഒരു എയർലൈൻ പാറ്റേണിലോട്ട്. ഇതും ഇവിടെ ഷോപ്പിൽ ഇപ്പൊ ഞാൻ വന്നപ്പോൾ ചെയ്തിട്ടായിരുന്ന ഒരു പീസാണ്. ഇതിന്റെ യോക്ക് കണ്ടോ, ഓർഗൻസയുടെ നല്ലൊരു യോക്കൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ട്. ലൈൻ വിത്ത് ഒരു ബ്ലൂ കളർ ആട്ടോ. ഡാർക്ക് ബ്ലൂ അല്ല, ഒരു ബ്ലൂവിന്റെ ഒരു വേറെ നല്ലൊരു ഷെയ്ഡാണ്. ഇതുപോലെ ഉണ്ടാവും. ഫ്രണ്ടിൽ ഒരു പടിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ നല്ല അടിപൊളി പാറ്റേൺ ആണ്. ലെങ്ത് 48 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ മിക്ക സൈസും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയാണ് കാണിച്ചേക്കുന്ന. ഓരോ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിംഗ് ആണ് 999 പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ്. ബാക്കിയുള്ളതിന്റെ ഓരോന്നിന്റെ റേറ്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.